ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 2 സർക്കിൾസ് ആൻഡ് ആംഗിൾസിലെ പേജ് നമ്പർ 57 പ്രോബ്ലം 7 and 8 ഏഴാമത്തെയും എട്ടാമത്തെയും പ്രോബ്ലമാണ് കേട്ടോ. ഈ ഒരു പ്രോബ്ലംസോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. എക്സ്ട്രാ ക്വസ്റ്റ്യൻസും മറ്റ് പ്രാക്ടീസ് ടെസ്റ്റ് പേപ്പേഴ്സ് അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലാണ് ചെയ്യുന്നത് കേട്ടോ. സോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. ക്വസ്റ്റ്യൻ നോക്കിക്കേ. In the picture, the bisectors of the angles of the quadrilateral ABCD intersect at PQRS. Prove that PQRS is a cyclic quadrilateral. അവിടെ ഒരു ഹിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. Look at the sum of the angles of triangles PCD and RAB. എന്താണ് ക്വസ്റ്റ്യൻ? ചിത്രത്തിൽ ABCD എന്ന ചതുർഭുജത്തിൻ്റെ കോണുകളുടെ സമഭാജികൾ പരസ്പരം മുറിച്ച് കടക്കുന്ന ബിന്ദുക്കളാണ് PQRS. PQRS ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. ഒരു സൂചന തന്നിട്ടുണ്ട്. PCD എന്ന ത്രികോണത്തിലെയും RAB എന്ന ത്രികോണത്തിലെയും കോണുകളുടെ തുക നോക്കുക എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ഏതാണ്? ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ. ഈ ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ ബൈസെക്ടേഴ്സ്, ആംഗിൾ ബൈസെക്ടേഴ്സ് ആണ് ഈ ഗ്രീൻ ലൈൻസിൽ വരച്ചേക്കുന്നത്. ഈ ആംഗിൾ ബൈസെക്ടേഴ്സ് ഇവർ തമ്മിൽ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് ഈ PQR and S എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആംഗിൾ ബൈസെക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ആംഗിൾ A ഇത് സ്മോൾ a ആയിട്ട് എടുക്കുവാണെങ്കിൽ, ഇത് A ആണെങ്കിൽ ഇതും A തന്നെ ആയിരിക്കും, ഈ ആംഗിളും A തന്നെ ആയിരിക്കും. അതുപോലെ ഇവിടെ ആംഗിൾ ബീനെ വീണ്ടും രണ്ടായിട്ട് ഈ ഒരു ബൈസെക്ടർ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഈ ആംഗിൾ B ആണെങ്കിൽ ഈ ആംഗിളും B തന്നെ ആയിരിക്കും. അടുത്ത് ഈ ആംഗിൾ C, ഇതും C. അടുത്ത് ഇതോ സ്മോൾ d, ഇതും സ്മോൾ d. ഇത്രയും നിങ്ങൾ ഓർത്ത് വെക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എങ്ങനെ എഴുതാം? കൺസിഡർ ക്വാഡ്രിലാറ്ററൽ. ഏതാണ് നമ്മുടെ ക്വാഡ്രിലാറ്ററൽ? ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആംഗിൾ A is equal to A plus A, അതായത് 2A ആണ്, 2A. ആംഗിൾ B equal to B plus B, 2B. ആംഗിൾ C is equal to ടോട്ടൽ ആംഗിൾ C എന്ന് പറയുന്നത് സിയും ഈ സിയും കൂടെ ആഡ് ചെയ്യുന്നത് 2C. ആൻഡ് ആംഗിൾ D is equal to എന്താണ്? 2D ആണ്. ആണല്ലോ, ക്ലിയർ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഇവിടെ ഈ ബൈസെക്ടേഴ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന, കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് ആണ് Pയും Qവും Rഉം Sഉം. കണ്ടല്ലോ, PQRS. ഓക്കെ, അപ്പോൾ ഈ Pയും QRഉം Sഉം കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ക്വാഡ്രിലാറ്ററൽ കിട്ടും. കാണിച്ചു തരാം. ഇത് PQ ഇതെടുക്കൊണ്ട് PQ, then RQ, ഈ RSഉം അതുപോലെ SPയും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ റെഡ് കളറിൽ ഞാൻ വരച്ചേക്കുന്ന ക്വാഡ്രിലാറ്ററലാണ് PQRS എന്ന് പറയുന്നത്. അപ്പോൾ ഈ PQRS എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നാണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്താണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ Pയും ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയിട്ടുള്ള ആംഗിൾ ആറും ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ P പ്ലസ് ആംഗിൾ R ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈ ഒരു PQRS എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ കേട്ടോ. നമുക്ക് ആംഗിൾ Pയും വേണം, ആംഗിൾ Rഉം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. എന്താണ്? PCD എന്ന ത്രികോണത്തിലെയും RAB എന്ന ത്രികോണത്തിലെയും കോണുകളുടെ തുക നോക്കുക എന്ന് പറഞ്ഞിട്ടൊരു ഹിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എടുക്കുകയാണ് സം ഓഫ് ആംഗിൾസ് ഓഫ് triangle PCD is
180 ഡിഗ്രി. PCD എന്ന് പറയുന്ന ട്രയാങ്കിൾ, അത് ഏതാണ്? PCD എന്ന് പറയുന്ന ട്രയാങ്കിൾ കാണിച്ചു തരാം. കണ്ടല്ലോ, ഈ ട്രയാങ്കിൾ ടീച്ചർ ഇപ്പോൾ വരച്ച ട്രയാങ്കിളാണ് PCD. ഓക്കെ, ഈ PCD എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സം ഓഫ് ദി ആംഗിൾ എന്താണ്? 180 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ PCDക്ക് അകത്ത് ഉൾപ്പെടുന്ന ഒരു ആംഗിളാണ് ആംഗിൾ P എന്ന് പറയുന്നത്. കണ്ടോ, ഈ ആംഗിൾ P എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് എഴുതാം. നോക്കിക്കേ, ആംഗിൾ P, നമുക്ക് ആംഗിൾ P അല്ലേ വേണ്ടത്? ആംഗിൾ P ഈക്വൽ ടു ഈ ആംഗിൾ P എന്ന് പറയുന്നത് എന്താ? ആംഗിൾ P ഈക്വൽ ടു 180 മൈനസ് സി പ്ലസ് ടി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. നോക്കിക്കേ, ആംഗിൾ P പ്ലസ് അടുത്ത ഈ ഡിയുടെ വാല്യൂ എത്രയാ? ഡി, ആംഗിൾ ഡി. ദെൻ ഇവിടെ DCP, ഈ ആംഗിൾ അതായത് നമ്മൾ ട്രയാങ്കിൾ PCD ആണ് കൺസിഡർ ചെയ്യുന്നത്. ആ PCD എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഒരു ആംഗിൾ ആണ് ആംഗിൾ P, മറ്റേ ആംഗിൾ ഇത് ഇവിടെ കിടപ്പുണ്ട്, ആംഗിൾ C, അടുത്തത് ആംഗിൾ D. അപ്പോൾ C വിച്ച് ഈസ് ഈക്വൽ ടോട്ടൽ ആംഗിൾ എത്ര? 180 ഡിഗ്രി ആണല്ലോ. അവിടെ നിന്ന് ആംഗിൾ P ഈക്വൽ ടു 180 മൈനസ് ഈ പ്ലസ് ഡിയും പ്ലസ് സിയും ഈക്വൽ ടുൻ്റെ റൈറ്റ് സൈഡ് വരുമ്പോൾ മൈനസ് ഡി മൈനസ് സി ആവും, മൈനസ് ഡി മൈനസ് സി. അതായത് 180 മൈനസ് ഞാൻ കോമൺ ആയിട്ട് എടുക്കുന്നു ഡി പ്ലസ് സി അല്ലെങ്കിൽ സി പ്ലസ് ഡി. ഇതാണ് നമ്മുടെ ആംഗിൾ P എന്ന് പറയുന്നത്. എന്താണ് ആംഗിൾ P? നമുക്ക് കിട്ടിയില്ലേ? ഇനി ഇതുപോലെ നമ്മൾ ട്രയാങ്കിൾ RAB കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ട്രയാങ്കിൾ RAB. ട്രയാങ്കിൾ RAB, അതായത് RAB ഈ ട്രയാങ്കിളാണ്. കണ്ടല്ലോ, ഞാൻ യെല്ലോ ലൈനിൽ വരച്ചേക്കുന്ന ട്രയാങ്കിളാണ് ട്രയാങ്കിൾ RAB. ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ RAB നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ടോട്ടൽ ആംഗിളിൻ്റെ സം എത്രയാ? കൺസിഡർ, ഇങ്ങനെ എഴുതാം, കൺസിഡർ ട്രയാങ്കിൾ RAB. ഇപ്പോൾ RAB കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ആംഗിൾ R പ്ലസ് ഇവിടെ ഈ ആംഗിൾ എത്രയാണ്? ഒരു ആംഗിൾ എത്രയാണ്? A. അടുത്ത ആംഗിൾ എത്രയാണ്? ഇവിടെ B വിച്ച് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ട്രയാങ്കിൾ RAB കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ആംഗിൾ ഒരു ആംഗിൾ നമ്മുടെ A, അടുത്ത ആംഗിൾ B. അപ്പോൾ ആംഗിൾ R പ്ലസ് ആംഗിൾ A പ്ലസ് ആംഗിൾ B ഈക്വൽ ടു 180 ഡിഗ്രി. അവിടെ നിന്ന് ആംഗിൾ R നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആംഗിൾ R ഈസ് ഈക്വൽ ടു 180 മൈനസ് ഈ പ്ലസ് എ ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് എ, പ്ലസ് ബി ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ബി ആണല്ലോ. അപ്പോൾ 180 മൈനസ് ഓഫ് എ പ്ലസ് ബി ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ആംഗിൾ P നമുക്ക് കിട്ടി, ആംഗിൾ ഏതാണ്? R നമുക്ക് കിട്ടി അല്ലേ? രണ്ട് ഇക്വേഷൻസ് ആണ് കിട്ടിയത്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ആക്ച്വലി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഈ ആംഗിൾ Pയും ഈ ആംഗിൾ Rഉം കൂട്ടുമ്പോൾ 180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ക്വാഡ്രിലാറ്ററൽ PQRS നമുക്ക് എന്തെന്ന് പറയാം? ഒരു സൈക്ലിക് ആണെന്ന് പറയാം. നമുക്കിവിടെ ആംഗിൾ Pയും ആംഗിൾ R നമുക്ക് കിട്ടി, ആംഗിൾ Pയും കിട്ടി, ആംഗിൾ Rഉം കിട്ടി. നമുക്കൊന്ന് ആഡ് ചെയ്യാം. ആംഗിൾ P പ്ലസ് ആംഗിൾ R വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്? 180 മൈനസ് ഡി പ്ലസ് സി അല്ലേ? 180 മൈനസ് ഓഫ് ഡി പ്ലസ് സി, ആ മൈനസിന് അകത്തോട്ട് മൾട്ടിപ്ലൈ ആണ്, മൈനസ് ഇങ്ങനെ എഴുതാം. 180 മൈനസ് ഡി മൈനസ് സി. അടുത്ത പ്ലസ് ആംഗിൾ ആർ എന്താ? 180 മൈനസ് എ മൈനസ് ബി ഇങ്ങനെയല്ലേ വന്നേക്കുന്നത്. അപ്പോൾ 180 പ്ലസ് 180 എത്രയാ? 360 മൈനസ് എ മൈനസ് ബി മൈനസ് സി മൈനസ് ഡി നമുക്ക് എഴുതിക്കൂടെ? എഴുതാമല്ലോ. ദെൻ ഇതിനെ
which is equal to 360. ഈ മൈനസ് ഇവിടെ എല്ലാ അടുത്ത് മൈനസ് ഉണ്ട്, ആ മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുക്കുവാണ്. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഇങ്ങനെ എഴുതി. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? 360 മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്നാണ് കിട്ടിയത്. ഇനി എന്താണ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി നമുക്ക് അറിയത്തില്ല. അത് കണ്ടെത്തണ്ടേ? വേണമല്ലോ. ഇനി ഞാൻ നമ്മുടെ ക്വാഡ്രിലാറ്ററൽ നോക്കിക്കേ, ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എടുക്കുകയാണ്. അപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്നത് നമ്മുടെ ക്വാഡ്രിലാറ്ററൽ എടുക്കുമ്പോൾ അതിൻ്റെ ആംഗിൾസിൻ്റെ സം, ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി അല്ലേ? അപ്പോൾ അതിൻ്റെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുമ്പോഴത്തേക്കും ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു നമുക്കറിയാം എന്താണ് ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിളിൻ്റെ സം എത്രയാ 360 ഡിഗ്രിയാണെന്ന് അറിയാം അല്ലേ? ആണല്ലോ. അപ്പോൾ നോക്കിക്കേ ഇവിടെ ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയാ? എ പ്ലസ് എ അതായത് 2a. ആംഗിൾ ബി ബി പ്ലസ് ബി അതായത് 2b. ആംഗിൾ സി 2c. ആംഗിൾ ഡി 2d ഈക്വൽ ടു എത്രയാ? 360. എല്ലായിടത്തും 2 ഉണ്ടല്ലേ? 2 കോമൺ ആണ്. അപ്പോൾ ടീച്ചർ ബാക്കി ഇവിടെ എഴുതുവാണേ. 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഈക്വൽ ടു എത്ര കിട്ടി? 360. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. 2 ഗുണം എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഈക്വൽ ടു 360 ആണെങ്കിൽ അവിടുന്ന് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്നത് 360. ഈ ഇൻറ്റു എന്ന് പറയുന്നത് ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആകും. അപ്പോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര കിട്ടി? 180. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എത്രയാ? 180. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ആ സ്റ്റെപ്സിലോട്ട് വരാം. നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 360 മൈനസ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. ഇനി എന്താണ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്നത്? അത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തതേ ഉള്ളൂ. ഇത് 180 ആണ്. അപ്പോൾ 360 മൈനസ് 180. അപ്പോൾ എത്ര കിട്ടി? 180 കിട്ടി അല്ലേ? അതായത് ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ ചെയ്തപ്പോഴത്തേക്കും 180 കിട്ടിയത് കൊണ്ട് തന്നെ സിൻസ് ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ ഈക്വൽ ടു 180, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്വാഡ്രിലാറ്ററൽ ഏതാണ്? ക്വാഡ്രിലാറ്ററൽ ഇത് കിടപ്പുണ്ട്. ഇത് പി ക്യു ആർ എസ്. ഓക്കെ, കണ്ടല്ലോ നിങ്ങൾ? ഇത് കണ്ടല്ലോ? ഈ റെഡ് കളറിൽ കാണിച്ചേക്കുന്ന ആ ഒരു ക്വാഡ്രിലാറ്ററൽ എന്താന്ന് പറഞ്ഞു കിട്ടി? സൈക്ലിക്. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, ഇതിനകത്ത് വരുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിട്ടുള്ള ആംഗിൾ പിയും ആംഗിൾ ആറിൻ്റെ സം എടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 180 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അതുകൊണ്ട് അത് സൈക്ലിക് ആണ്. ഓക്കെ, സിൻസ് ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി, പി ക്യു ആർ എസ് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതുകൊണ്ട് അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കിട്ടിയല്ലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഇൻ ദ ഫസ്റ്റ് പിക്ചർ ബിലോ points P, Q, R are marked on the sides BC, CA, AB of triangle ABC and circumcircles of triangles AQR and BRP are drawn. They intersect at the point S inside the triangle. Prove that the circumcircle of triangle CPQ also passes through S as in the second picture. ഇവിടെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. In the first picture, join PS, QS and RS. Then find the relations of the angles formed at the point S with angle A, angle B and angle C. നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെന്ന് ടീച്ചർക്ക് അറിയാം. നമുക്ക് നോക്കാം കേട്ടോ. നോക്കിക്കേ, ചുവടെയുള്ള ആദ്യത്തെ ചിത്രത്തിൽ ABC എന്ന ത്രികോണത്തിലെ BC, CA, AB എന്നീ വശങ്ങളിൽ PQR എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തി AQR, BRP എന്നീ ത്രികോണങ്ങളുടെ പരിവൃത്തങ്ങൾ വരച്ചിരിക്കുന്നു. അവ ത്രികോണത്തിനകത്തെ S എന്ന ബിന്ദുവിലൂടെ മുറിച്ചു കടക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിലെ പോലെ CPQ എന്ന ത്രികോണത്തിലെ പരിവൃത്തവും എസിൽ കൂടി കടന്നു പോകുമെന്ന് തെളിയിക്കുക. ഓക്കെ, ആദ്യത്തെ ചിത്രത്തിൽ PS, QS, RS യോജിപ്പിച്ച് എസിൽ ഉണ്ടാകുന്ന 3 കോണുകൾക്ക് ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി ഇവയുമായുള്ള ബന്ധം കണ്ടുപിടിക്കുക.
ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്? ചുവടെ നമുക്ക് ചിത്രത്തിലെ ABC എന്ന് പറയുന്ന ഒരു ത്രികോണം തന്നിട്ടുണ്ട് അല്ലേ? ABC ഇത് കിടപ്പുണ്ട്, ABC ഒരു ത്രികോണം തന്നിട്ടുണ്ട്. ഈ എന്ന ത്രികോണത്തിലെ BC എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡാണ് BC, അതുപോലെ തന്നെ CA എന്ന് പറയുന്നത് ഈ ഒരു സൈഡ്, അതുപോലെ AB ഈ ഒരു സൈഡ് എന്നീ വശങ്ങളിൽ PQR എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തി. BC എന്ന് പറയുന്ന വശത്ത് P എന്ന് പറയുന്ന ഒരു ബിന്ദു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ACയിൽ Q എന്ന് പറയുന്ന ഒരു ബിന്ദു അടയാളപ്പെടുത്തിയിട്ടുണ്ട്, കണ്ടല്ലോ Q. അതുപോലെ തന്നെ ABയിൽ R എന്ന് പറയുന്ന ഒരു ബിന്ദു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, AQR BRP എന്ന AQR എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് വരും? AQR അതുപോലെ തന്നെ BRP എന്നീ ത്രികോണങ്ങളുടെ പരിവൃത്തങ്ങൾ വരച്ചിരിക്കുന്നു. ഒരു സർക്കം സർക്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതടപ്പുണ്ട് നോക്കിയേ, സർക്കം സർക്കിൾസ്. അതായത് നമുക്കിവിടെ കണ്ടോ, ഇതൊരു ട്രയാങ്കിൾ ആണ്. അടുത്ത ട്രയാങ്കിൾ എന്ന് പറയുന്നത് കണ്ടല്ലോ നിങ്ങൾ, കണ്ടോ? ഇങ്ങനെ 2 ട്രയാങ്കിൾസ് ആണ് നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ളത്, മനസ്സിലായോ? ഈ 2 ട്രയാങ്കിൾസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രയാങ്കിൾസിൻ്റെ സർക്കം സർക്കിൾസ് വരച്ചിട്ടുണ്ട്. ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുണ്ടല്ലോ, അത് സർക്കം സർക്കിൾസ് ആണ്. ഇനി ദേ ഇൻ്റർസെക്റ്റ് അറ്റ് ദ പോയിന്റ് എസ്. ഈ 2 സർക്കം സർക്കിൾസും എസ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് അറ്റ് ദ പോയിന്റ് എസ് ഇൻസൈഡ് ദ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിനകത്ത് പോയിന്റാണ് ഇത് എസ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് എന്ന് പറയുന്ന പോയിന്റിൽ ഈ 2 സർക്കിൾസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ CPQ എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇത് കിടപ്പുണ്ട്, ഇത് കാണിച്ചു തരാം. ഈ ട്രയാങ്കിൾ CPQ. അപ്പോൾ ട്രയാങ്കിൾ CPQവും എസ്സിലൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ട്രയാങ്കിൾ CPQവും എസ്സിലൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്ന് വേണം പ്രൂവ് ചെയ്യാനായിട്ട്. അതിനൊരു ഹിൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. ജോയിൻ PSഉം QSഉം RSഉം ജോയിൻ ചെയ്യുക. ദെൻ ഫൈൻഡ് ദ റിലേഷൻസ് ഓഫ് ദ ആംഗിൾസ് ഫോംഡ് അറ്റ് ദ പോയിന്റ് എസ് വിത്ത് ആംഗിൾ A, ആംഗിൾ B ആൻഡ് ആംഗിൾ C. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. prove that the circumcircle of triangle CPQ passes through S അല്ലേ? അതായത് നമുക്ക് circumcircle of triangle CPQ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സർക്കിളും എസ്സിലൂടെ പാസ് ചെയ്യുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പിക്ചർ. അപ്പോൾ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്തുള്ള പോയിൻറ്റ്സുകൾ അത് ഏതൊക്കെയാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്? PS, QS, RS. PS നമുക്ക് അതൊന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കാം. PS കണ്ടല്ലോ, PS. ദെൻ അടുത്ത് QS, QS. അടുത്തെന്താണ്? RS. ഇത്രയും നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഡോട്ടിട്ട് വരച്ചിട്ടുണ്ട്. PS, QS, RS. ആ പോയിൻറ്റ്സ് ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് R ആണേ, ഇത് B, ഇത് C, ഇത് P, ഇത് Q, ഇത് A. ഓക്കെ, ദെൻ ഇതിനിടയ്ക്കുള്ള ഈ ഒരു പോയിൻ്റാണ് S എന്ന് പറയുന്നത്. ദെൻ ഓക്കെ, നമുക്കിനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ആക്ച്വലി പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒരു CPQ എന്ന് പറയുന്ന, നോക്കിക്കേ, CPQ എന്ന് പറയുന്ന ഇത് കിടപ്പുണ്ട്, CPQ ഈ ട്രയാങ്കിൾ അല്ലേ? ഈ CPQ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ അതേ വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രീൻ കളറിൽ വരച്ചിട്ടുണ്ടല്ലോ. ആ സർക്കം സർക്കിളും എസ്സിലൂടെ പാസ് ചെയ്യുന്നു എന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട്. അത് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മളിവിടെ ജോയിൻ ചെയ്ത് കിട്ടിയേക്കുന്ന, ഇവിടെ ഇപ്പം നമ്മൾ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് നമുക്കൊരു വേറൊരു ക്വാഡ്രിലാറ്ററൽ കൂടെ കിട്ടിയിട്ടുണ്ട്. ക്വാഡ്രിലാറ്ററൽ ഏതാണ്? CPSQ. അത് ഞാൻ വരച്ച് കാണിച്ചു തരാം. CPSQ
സി പി കണ്ടല്ലോ നിങ്ങൾ, കണ്ടല്ലോ ഈ ഒരു യെല്ലോ കളറിൽ വരച്ചിരിക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ നമുക്കിപ്പോൾ കിട്ടിയ ഒരു ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. സൈക്ലിക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഈ എസ് എന്ന് പറയുന്ന പോയിന്റും സി എന്ന് പറയുന്ന പോയിന്റും ഉറപ്പായിട്ടും സർക്കിളിലൂടെ പാസ് ചെയ്ത് വരുന്ന പോയിന്റ് ആയിരിക്കും അല്ലേ? ആണല്ലോ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അത് തന്നെയല്ലേ. എസ് എന്ന് പറയുന്നത് സർക്കിളിൽ പാസ് ചെയ്യുന്നു അല്ലെങ്കിൽ സർക്കിളിൽ ഒരു പോയിന്റ് ആണെന്നാണ് നമുക്ക് ആക്ച്വലി പ്രൂവ് ചെയ്തുകൊണ്ട് വരേണ്ടത്. അപ്പോൾ അതിന് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഈ ഒരു ക്വാഡ്രിലാറ്ററൽ, അതായത് പി സി ക്യു എസ്, അതായത് പി സി ക്യു എസ് എന്ന് പറയുന്ന ഈ ഒരു ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് പ്രൂവ് ചെയ്താൽ മതി? സൈക്ലിക്. ഇത് സൈക്ലിക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ സിയും ഈ ആംഗിൾ പി എസ് ക്യൂവും സം എടുക്കുമ്പോൾ 180 കിട്ടണം. അതായത് ആംഗിൾ സി പ്ലസ് ആംഗിൾ പി എസ് ക്യൂ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഇതാണ് നമുക്ക് ആക്ച്വലി ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ട സാധനം ഇതാണ് കേട്ടോ. അപ്പോൾ ആംഗിൾ സി പ്ലസ് ആംഗിൾ പി എസ് ക്യൂ എടുക്കുമ്പോഴത്തേക്ക് 180 ഡിഗ്രി കിട്ടിയാൽ നമുക്ക് എന്തെന്ന് പറയാം? സി പി എസ് ക്യൂ എന്ന് പറയുന്നത് സൈക്ലിക് എന്ന് പറയാം. ഇത് സൈക്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എസ് ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ. എസ് ഈസ് എ പോയിന്റ് അല്ലേ? എസ് ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ. ഈ ഒരു സർക്കിൾ, അതായത് ട്രയാങ്കിൾ പി ക്യു സിൻ്റെ സർക്കിളിൽ ഒരു പോയിന്റ് ആണ് എസ് എന്ന് പറയാം. ഓൺ ദി സർക്കിൾ ഓഫ് ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിളാണ്? ട്രയാങ്കിൾ സി പി ക്യു. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ആംഗിൾ സി പ്ലസ് ആംഗിൾ പി എസ് ക്യൂ ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിഗർ നമുക്ക് കൺസിഡർ ചെയ്യാം. ടീച്ചർ ആ ഫിഗർ ഒന്നുകൂടെ എടുക്കുവാണേ. ഫിഗർ നിങ്ങൾ നോക്കിക്കേ. നമുക്കിനി ഓരോന്നായിട്ട് ഓരോ സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് എഴുതി പോകും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നമ്മൾ എന്താ ചെയ്തത്? ജോയിൻ പി എസ് ക്യു എസ് ആർ എസ് ആൻഡ് സി എസ്, ഇത്ര നമ്മൾ ജോയിൻ ചെയ്തു. എസ് എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കുട്ടികളെ? ഇതാണ് എസ് എന്ന് പറയുന്ന പോയിന്റ്. നമ്മൾ പി എസ് ജോയിൻ ചെയ്തു, ക്യു എസ് ജോയിൻ ചെയ്തു, ആർ എസ് ജോയിൻ ചെയ്തു. പിന്നെ ജോയിൻ ചെയ്യേണ്ടത് സി എസ്, ഇതോടെ ജോയിൻ ചെയ്തു. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, ഇനി നമ്മൾ എടുക്കാൻ പോവാണ് കൺസിഡർ ARSQ. ARSQ എന്ന് പറയുമ്പോൾ അതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. ടീച്ചർ അത് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ARSQ ഇത് കണ്ടോ? AR വേറൊരു കളർ എടുക്കാതെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. AR കണ്ടല്ലോ, ഈ യെല്ലോ കളറിൽ വരച്ചേക്കുന്ന ക്വാഡ്രിലാറ്ററൽ ആണ് ARSQ എന്ന് പറയുന്നത്. ARSQ. ഇത് A, ഇത് R, ഇത് S, ഇത് Q. കണ്ടല്ലോ, യെല്ലോ കളറിൽ വരച്ചേക്കുന്ന ക്വാഡ്രിലാറ്ററൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആംഗിൾ A ആണേ. അപ്പം ഞാനത് A എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഈ വെർട്ടെക്സിൻ്റെ ഔട്ടർ ആംഗിളാണ്, ഈ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് വരുന്ന വെർട്ടെക്സ് ഇതല്ലേ, അതിൻ്റെ ഔട്ടർ ആംഗിളാണ് ഈ ആംഗിൾ. അത് ഉറപ്പായിട്ടും A ഡിഗ്രി തന്നെ ആയിരിക്കും. നമ്മളത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മളിത് പഠിച്ചതുമാണ്. അപ്പോൾ ഇത് A ആണെങ്കിൽ ഇത് A ആയിരിക്കും. അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അത്? ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ QSC അല്ലേ? QSC ആണല്ലോ. അതെന്ന് പറയുന്നത് എത്രയാണ്? അത് A ഡിഗ്രിയാണ്. എങ്ങനെ കിട്ടി? A ഡിഗ്രി. നമ്മൾ A ഡിഗ്രി ആയിട്ട് എടുത്തു. ക്ലിയർ? ഇനി അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്
RSP ആണേ. അപ്പോൾ അതും ടീച്ചർ ഒന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് കണ്ടല്ലോ, ഗ്രീൻ ലൈനിൽ ടീച്ചർ വരച്ച് പോകുന്നതാണ് BRSP ഈ ലൈൻ കണ്ടല്ലോ. ഇതാണ് നമ്മുടെ അടുത്ത ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ ഞാൻ ഈ ഒരു ആംഗിൾ, അതായത് ആംഗിൾ ബി എന്ന് പറയുന്നത് ഇത് ബി ആയിട്ട് എടുക്കുവാണേ. അപ്പോൾ ഇത് ഈ ഒരു BRSP എന്ന് പറയുന്നത് എഗൈൻ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ആ 3 വെർട്ടെക്സും കിടക്കുന്നത് സർക്കിളിൻ്റെ പോയിന്റിലാണ് ആണല്ലോ. സോ നമുക്ക് എന്ത് പറയാം? ക്വാഡ്രിലാറ്ററൽ BRSP is cyclic. So ആംഗിൾ ബി ഈക്വൽ ടു, ഈ ആംഗിൾ ബി എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ടർ ആംഗിൾ, ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ വരുന്ന ഔട്ടർ ആംഗിളാണ് ഈ ഒരു ആംഗിൾ, അതായത് ആംഗിൾ PSC. ഏതാണ്? PSC. അപ്പോൾ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ PSC ഇസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എടുത്തു? B ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് എടുത്തു. ഇത്രയൊക്കെ അല്ലേ? നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദേ ക്വാഡ്രിലാറ്ററൽ PSQC. ഏതാണ്? PSQC എന്നോ അല്ലെങ്കിൽ CPSQ അങ്ങനെ എടുക്കാം. നമുക്ക് CPSQ എന്ന് പറഞ്ഞിട്ട് എടുക്കാം. CPSQ എന്ന് പറയുന്ന ആ ഒരു ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? സൈക്ലിക് ആണെന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യണം. അപ്പം അതിന് നമ്മൾ എടുക്കാൻ പോകുന്നത് ആംഗിൾ എസ് പ്ലസ് ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇതാണ് നമ്മുടെ ആംഗിൾ എസ്. ഇത് ആംഗിൾ ബി. ആംഗിൾ എസ് പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി എന്ന് കിട്ടണം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. സോ ആംഗിൾ എ കിട്ടി, ആംഗിൾ ബി കിട്ടി അല്ലേ? ഇവിടുന്ന് ആംഗിൾ QSC കൺസിഡർ, ഇങ്ങനെ എഴുതാം, കൺസിഡർ ക്വാഡ്രിലാറ്ററൽ. നമുക്ക് ഏത് ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യാം? CPSQ. ഓക്കെ, അതായത് ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? റെഡ് കളറിൽ വരയ്ക്കുന്ന ആ ഒരു ക്വാഡ്രിലാറ്ററലാണ് ടീച്ചർ വരച്ചേക്കുന്നത്. ഈ ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആംഗിൾ എസ്, അതായത് ആംഗിൾ QSP അതായത് ആംഗിൾ PSQ പ്ലസ് ആംഗിൾ സി നമ്മൾ എടുക്കുകയാണെ, which is equal to, what is angle PSQ? ഈ ആംഗിൾ PSQ എന്ന് പറയുമ്പോൾ A പ്ലസ് ബി ആണല്ലേ? അല്ലേ? ആംഗിൾ PSQ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ A, ഇവിടെ ഈ ആംഗിൾ A, ഈ ആംഗിൾ ബി, ഈ രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്കുമാണ് നമുക്ക് ടോട്ടൽ ആംഗിൾ എന്ത് കിട്ടുന്നത്? ആംഗിൾ PSQ കിട്ടുന്നത്. അപ്പോൾ നമുക്കതിന് ഈ ആംഗിൾ PSQന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? A പ്ലസ് ബി ആണല്ലോ, ദെൻ പ്ലസ് സി. നമുക്കിങ്ങനെയാണ് കിട്ടിയത്. ആംഗിൾ PSQ പ്ലസ് ആംഗിൾ സി ചെയ്തപ്പോൾ A പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. ഇനി എന്താണ് A പ്ലസ് ബി പ്ലസ് സി നമുക്ക് നോക്കാം. ഇനി ഞാൻ ഈ ഒരു ആംഗിൾ, അതായത് ആംഗിൾ സി എന്ന് പറയുന്നത് ആണ് ഇവിടെ നമ്മൾ സി ആയിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ കാണിച്ചു തരാം. ആംഗിൾ സി എന്ന് പറയുന്നത് ഇത് സി ആയിട്ട് എടുക്കുവാണ്. ആംഗിൾ സി ആണ്, അതായത് ഈ ഒരു ആംഗിൾ. ഓക്കെ, ഇനി നിങ്ങൾ ട്രയാങ്കിൾ ABC ഒന്ന് കൺസിഡർ ചെയ്തേ. ട്രയാങ്കിൾ ABC, ആ ട്രയാങ്കിൾ ABC എടുക്കുമ്പോൾ കാണിച്ചു തരാം. ട്രയാങ്കിൾ ABC വേണ്ട, ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിൾ ABC നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ആംഗിൾസ് നമ്മൾ എടുക്കുകയാണ്. ഇത് ആംഗിൾ A,
ഇത് ആംഗിൾ ബി, ഇതോ ആംഗിൾ സി. ഈ 3 ആംഗിൾസും കൂടെ കൂട്ടുമ്പോൾ എത്രയാ കിട്ടുക? ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിൻ്റെ സം എത്രയാ? 180 ഡിഗ്രി ആണല്ലോ. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എത്രയായിരിക്കും നമുക്ക് കിട്ടുക? എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു ഉറപ്പായിട്ട് നമുക്ക് എഴുതാം എന്താണ്? 180 ഡിഗ്രി. അതായത് ആംഗിൾ പി എസ് ക്യൂ പ്ലസ് ആംഗിൾ സി ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 180 ഡിഗ്രി എന്ന് കിട്ടി. അതായത് ഈ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ്, അതായത് ക്വാഡ്രിലാറ്ററൽ പി എസ് ക്യൂ സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഈ ആംഗിൾ പി എസ് ക്യൂവും ഈ ആംഗിൾ സി എന്ന് പറയുന്നത്. അത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര ആഡാ കിട്ടിയത്? 180 ഡിഗ്രി. അതിൻ്റെ മീനിങ് എന്താ? ഉറപ്പായിട്ടും വിച്ച് ഇംപ്ലൈസ് എന്താണ്? പി സി പി എസ് ക്യൂ ഈസ് എ സൈക്ലിക് അല്ലേ? സൈക്ലിക് ആണ്. സൈക്ലിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതിലൊരു പോയിൻ്റാണ് ഏത്? എസ് എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്നത് എന്താണ്? എസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അതിലൊരു പോയിൻ്റാണ്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? അതെന്ന് പറയാം സോ സർക്കംഫറൻസ് ഓഫ് circumference of triangle CPQ എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, ട്രയാങ്കിൾ വേണമെങ്കിൽ കാണിച്ചു തരാം ടീച്ചർ. ട്രയാങ്കിൾ CPQ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സർക്കംഫറൻസ് passes through S. Okay. Circumference അല്ലല്ലോ, സർക്കം സർക്കിൾ അല്ലേ? ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോട്ടെ. സർക്കം സർക്കിളാണ്. ഓക്കെ, ടീച്ചറിനോട് മിസ്റ്റേക്ക് പറ്റി. സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ CPQ passes through S. എസ്സിലൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, എസ്സിലൂടെ പാസ് ചെയ്യുന്നത് കൊണ്ടല്ലേടാ നമുക്ക് ഈ നമ്മൾ ഈ ഒരു എന്താണ് നമ്മൾ എടുത്തേക്കുന്നത്? ട്രയാങ്കിൾ PQCൻ്റെ സർക്കം സർക്കിൾ എടുത്തപ്പോൾ അതിനകത്തുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ കൺസിഡർ ചെയ്തപ്പോഴത്തേക്ക് അത് സൈക്ലിക്കാന്ന് പറഞ്ഞിട്ട് കിട്ടിയല്ലേ? ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാം നമ്മൾ എടുത്ത പോയിന്റ് എസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് പാസസ് ത്രൂ ദ സർക്കിൾ എസ്. Circle passes through the circle of the given triangle PQC. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചറിനോട് ജസ്റ്റ് നിങ്ങൾ ഒന്ന് വാട്സപ്പ് ചെയ്ത് ചോദിക്കാം. ദേ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് ഡീറ്റെയിൽസ് തിരക്കുക കേട്ടോ. സോ ഇനിയും വൈകിട്ടില്ല, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാത്സ് ഒട്ടും ഇഷ്ടമല്ല, മാത്സേ തീരെ താല്പര്യമില്ല എന്ന് പറയുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, മാത്സ് വളരെ ടഫായിട്ട് ഫീൽ ചെയ്യുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുക കേട്ടോ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.